ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മക്കളെ വളരാൻ അനുവദിക്കാത്ത മാതാപിതാക്കൾ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ പേരൻസ് എപ്പോഴാണ് പാരന്റിങ് നിർത്തേണ്ടത് എന്ന് അവർക്കറിയത്തില്ല. എന്നും പാരന്റിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ 76ഉം 80ഉം വയസ്സായ പേരൻസ് പോലും അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് മാതാപിതാക്കൾക്ക് മക്കളോട് ഭയങ്കര ഒരു സ്നേഹമാണ് അല്ലെ. എന്ത് നമുക്ക് ചെയ്താലും നമുക്ക് അവർക്ക് ചെയ്തെടുത്തോളം വീണ്ടും വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ എപ്പോഴും കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ ഓർക്കും, ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ എത്ര സന്തോഷത്തിലാണ്, എത്ര ആഗ്രഹത്തിലാണ് മാതാപിതാക്കൾ അവരെ റിസീവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ ബസ്സിൽ കയറ്റി വിടുന്നതും ഒക്കെ. അത്രയധികം സ്നേഹമാണ് അവരുടെ മക്കളോട്. സ്നേഹം ആവശ്യം തന്നെയാണ്, സ്നേഹം കൊടുക്കേണ്ടതാണ്. പക്ഷെ മക്കൾ എത്ര വളർന്നാലും അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു വലിയ ക്വാളിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് കുറെ മാതാപിതാക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാര്യം ഈ അടുത്ത് ഒരു കോവിഡ് പിടിച്ചിട്ട് ഒരു അമ്മ കിടപ്പിലായിരുന്നു. അപ്പോ എന്നോട് പറഞ്ഞു, മാഡം 2-3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വയ്യാതിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്? ഉറങ്ങാൻ മേലായിരുന്നു. അത് കുറെ സമയം ഉറക്കം വരുന്നില്ലായിരുന്നു. രാത്രി അസുഖമായിട്ട് കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമുക്ക് കിടന്ന ഉടനെ ഉറക്കം വരത്തില്ല. അപ്പൊ അങ്ങനെ ഉറങ്ങാതെ കിടന്നതിന് ശേഷം പിന്നെ ഉറക്കം എനിക്ക് വരുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാല് എന്റെ മോനെ വിളിച്ചുണർത്തേണ്ട സമയമാണ്, അതുകൊണ്ട് എനിക്ക് ഉറക്കാൻ സാധിച്ചില്ല. അപ്പൊ ഞാനോർത്ത്, മാഡത്തിന്റെ മകന് എത്ര വയസ്സായി? അത് 26 ഇനി 27 ആകാൻ പോകുന്നു. അപ്പൊ അവൻ ജോലി സ്ഥലത്താണ്. അവനെ ഞാനാണ് എന്നും അലാറം വെച്ച് ഞാൻ ഉണർന്നിട്ട് അവനെ ഫോൺ വിളിച്ച് ഉണർത്തും എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി ഓസ്ട്രേലിയയിലോ വേറെ ഏതോ ഒരു കൺട്രിയാണ്. അതുകൊണ്ട് നമ്മളുടെ പകലും അവരുടെ രാവിലെയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ അമ്മ ഇവിടെ ഇങ്ങനെ ഉറക്കത്തിന്റെ ഇടയിൽ അലാറം വെച്ച് എണ്ണീറ്റ് അവരെ വിളിച്ചുണർത്തുകയാണ്. ഈ 26 വയസ്സും 27 വയസ്സുമായി വേറൊരു കൺട്രിയിൽ പോയി ജോലി ചെയ്ത് അവനവന്റെ കാര്യം നോക്കുന്ന ഒരു കുട്ടിക്ക് ഉണരാൻ അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കണം, കഴിച്ചോന്ന് ചോദിക്കണം, തുണി ഇടാൻ പറയണം, വാഷിംഗ് മെഷീനിൽ ഇടാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് വലിയ പ്രൗഡ്ലിയാണ്. ഭയങ്കര എന്താ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ഞാനാണ് ഇപ്പോഴും എന്റെ മകന്റെ മേൽ നിയന്ത്രണമുള്ളത് അല്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഇത് മാതാപിതാക്കൾ പ്രസന്റ് ചെയ്യുന്നത് പോലും. സത്യത്തിലൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമേ അല്ല. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വളരാൻ അനുവദിക്കണം. അവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ടെന്നോ അവരെ സ്നേഹിക്കണ്ടെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. ഞാൻ വാരിക്കൊടുത്താലേ തിന്നത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉണർത്തിയാലേ ഉണരത്തുള്ളൂ, എത്ര ദൂരെ ഏത് കൺട്രിയിൽ പോയാലും ഇപ്പോഴും ഞാൻ തന്നെയാണ് ഉണർത്തുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഉണരാൻ അറിയാം. നിങ്ങൾ കോവിഡുമായിട്ട് കിടന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ കോവിഡ് പിടിച്ച ഒരു അമ്മ ഈ 2-3 ദിവസം അവർക്ക് ആ ഉറക്കം വരുന്നത് മോനെ ഉണർത്തേണ്ട സമയത്താണ്. അതുകൊണ്ട് അവർക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മകനോട് പറയാലോ, മോനെ അമ്മയ്ക്ക് വയ്യാതെ കിടക്കണം, നീ തന്നെ എണീറ്റ് പോകണം എന്ന് പറയാനുള്ള ഒരു ധൈര്യമില്ല. ഒന്ന്. രണ്ടാമത്, ഇത് ഞാൻ അസുഖം പിടിച്ചാലും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉള്ള ഒരു എന്താ പറയുന്നത്, എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മളെപ്പോഴും, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ഒരു സപ്പോർട്ടാണ്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങളുണ്ട് എന്നുള്ളൊരു ധൈര്യം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. അതല്ലാതെ ജീവിതകാലം മുഴുവൻ അവരുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ട് അവരുടെ കാര്യങ്ങൾക്ക് അവര് ഇത് ചെയ്ത്, അത് മാത്രമല്ല മര്യാദയ്ക്ക് പേരന്റിങ് നടത്തുന്ന ഒരുപാട് പേരന്റ്സ് ഉണ്ട്. അതാണ് രസം. നല്ല രീതിയിൽ കുട്ടികളെ അവരുടെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന പേരന്റ്സിനെ നോക്കി ഈ പറയുന്ന പേരന്റ്സ് കുറച്ച് പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. അവരൊന്നും അവരുടെ മക്കളെ അത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാനസികമായും ശാരീരികമായും വളരുന്ന കുട്ടികളെ അവരുടേതായ രീതിയിൽ വളർത്താൻ തയ്യാറാകുന്ന മാതാപിതാക്കളെ ഈ തരം മാതാപിതാക്കൾ കുറച്ച് പുച്ഛത്തോടെ നോക്കുകയും അവരത് പറഞ്ഞ് താഴ്ത്തുകയും ചെയ്യുമോ, ആ പിള്ളേരുടെ കാര്യം നോക്കി നടക്കുന്ന ആ പേരന്റ്സിന് അതൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ലെന്ന്. ശരിക്കും ഇവിടെ നല്ല പേരന്റ്സ് എന്ന് പറയുന്നത് മക്കളുടെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാല്, അവര് വളരട്ടെ, അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. അവര്
എന്തെല്ലോ ചെയ്താലും നിങ്ങൾക്ക് ഇത്രയും വയസ്സായാലും നിങ്ങൾ അവരുടെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് സത്യത്തിൽ കഷ്ടമാണ്. അത് പാരന്റിംഗ് എന്നല്ല അതിന്റെ പേര്. നമുക്ക് എപ്പോ പാരന്റിംഗ് നിർത്തണമെന്ന് അറിയത്തില്ല. ഇപ്പോ സ്നേഹത്തിന്റെ പേരിൽ തലോടാം, വാരി കൊടുക്കാം, എല്ലാം ചെയ്യും. ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്, നിലാച്ചോറ് എന്ന് പറയും. അതായത് ഫുൾ മൂണുള്ള രാത്രിയില് വീട്ടിലുള്ള എല്ലാരെയും, നിങ്ങൾ ചിലപ്പോ പാട്ടുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ, എല്ലാരെയും ഇരുത്തിയിട്ട് അമ്മ ചോറ് വാരി കൊടുക്കും. അതൊക്കെ ഒരു രസമാണ്, ഒരു സ്നേഹമാണ്. ഇപ്പൊ എന്റെ അച്ഛൻ തന്നെ, അച്ഛൻ ഉണ്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അച്ഛന്റെ തൈര് കുറച്ച് എന്താ പറയുന്നത്, കട്ട തൈരാണ് ഒഴിക്കുന്ന തന്നെ. അത് പണ്ടത്തെ ഒരു ബ്ലൂ കുപ്പിയില് ഒരു ഓറഞ്ച് അടക്കമുള്ള ഒരു കുപ്പിയിലാണ് ഒഴിക്കുന്നത്. അതിൽ നിന്ന് തൈരൊക്കെ ഒഴിച്ച് കുഴച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ഉരുള വാരി തരും. അത് സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് തരുന്നതാണ് എന്ന് വിചാരിച്ച് അച്ഛൻ തന്നെയല്ല ഞങ്ങൾ എല്ലാവർക്കും ചോറ് തന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കെയർ എല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. അതിലൊന്നും ഒരു തെറ്റല്ല. നമ്മളുടെ മക്കളെ നമുക്ക് താലോലിക്കാം, പുന്നാരിക്കാം, സ്നേഹിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവരെ ഇങ്ങനെ വളരാൻ അനുവദിക്കാതെ എപ്പോഴും നിങ്ങളുടെ മേൽ ഞങ്ങളുടെ കൺട്രോൾ ആണ് എന്ന് അഭിമാനത്തോടെ പറയുകയും അവരെ വളരാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ പഠിക്കുന്ന പാഠം ഇതാണ്, ഇവരുടെ മക്കളോട് ചെയ്യുന്നതും ഇത് തന്നെയാണ്. വീണ്ടും അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ മക്കളെ പുറകെയും ഇങ്ങനെ നടക്കും. അത് കുറച്ചുകൂടെ കൂടുതൽ നടക്കും, നിങ്ങൾ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് പാരന്റ്സ് എന്ന് പറയുന്നത് അവർക്ക് ഗൈഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറയുന്ന പോലെ നമ്മൾ അരയ്ക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന തേങ്ങയെ നമ്മളിങ്ങനെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അറിയത്തില്ല, അമ്മിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ പുറത്തോട്ട് പോകുന്ന തേങ്ങയെ നമ്മൾ വീഴാതെ സഹായിക്കും എന്ന് പറയുന്നത് പോലെ എപ്പോഴും നമ്മളിങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല, ആവശ്യമുള്ളപ്പോൾ മാത്രം സഹായിക്കേണ്ടതാണ് പേരൻസിന്റെ ജോലി. ഒരു പ്രായം കഴിഞ്ഞില്ല, അത് കൊച്ചുകുട്ടികൾ എല്ലാം ചെയ്തോട്ടെ എന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിയായ രീതിയിൽ പാരന്റിങ് ചെയ്യുക, അല്ലാതെ എന്നും ഞാൻ ഉണർത്തണം, ഞാൻ ഇതാക്കണം എന്നുള്ള ആ ഒരു രീതി നിങ്ങൾ ഇനിയെങ്കിലും മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് നമുക്കും സമൂഹത്തിനും മാതാപിതാക്കളെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള കുട്ടികളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇനി ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇനിയും നിങ്ങൾക്ക് മാറാം. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ എന്ന് വിഷയം